ഹലോ, മന്ത്രിമാരെ പഠിക്കാം, വകുപ്പുകൾ അറിയാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നമ്മുടെ 21 മന്ത്രിമാരിലെ 7 പേരുടെ പേരും വകുപ്പുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാർട്ട് 2 ആണ്. ഇന്ന് നമ്മൾ അടുത്ത 7 മന്ത്രിമാരുടെ പേരും വകുപ്പുകളും പഠിക്കാൻ പോവാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇപ്പോഴത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആരാണ്? PK ബഷീറാണ് നമ്മുടെ ഇപ്പോഴത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. അപ്പം ഇന്നത്തെ 7 പേരിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് PK ബഷീർ പൊതുമരാമത്ത് വകുപ്പാണ്. ഓക്കെ. രണ്ടാമത്തത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ. അപ്പോൾ നമുക്കറിയാം മുസ്ലിം ലീഗിലെ മന്ത്രിമാരുണ്ട്, അപ്പോൾ നമുക്ക് അവരെ ഒരുമിച്ച് പഠിക്കാം. അപ്പോൾ PK ബഷീറാണ് പൊതുമരാമത്ത്, N ഷംസുദ്ദീൻ വിദ്യാഭ്യാസം. മൂന്നാമത്തത് PK കുഞ്ഞാലിക്കുട്ടി. കുട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ മന്ത്രിസഭയുടെ ഒരു കുട്ടിയല്ലേ ഉള്ളൂ, കുഞ്ഞാലിക്കുട്ടി എന്നാണ് മന്ത്രിയുടെ പേര്. അപ്പോൾ കുട്ടികൾക്കൊക്കെ IT ഒക്കെ വലിയ ഇഷ്ടമല്ലേ, ഇൻ്റർനെറ്റ് ലോകത്തൊക്കെ ഇരിക്കാൻ കുട്ടികൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ IT ആണ് ഈ കുട്ടിക്ക് ഇഷ്ടം. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ IT വ്യവസായം എന്ന് ഓർക്കുക. ITക്ക് വലിയൊരു വ്യവസായ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ IT വ്യവസായം വാണിജ്യം, ഇത് മൂന്നും PK കുഞ്ഞാലിക്കുട്ടി. 3 പേരാരൊക്കെയാണ്? 1 PK ബഷീർ പൊതുമരാമത്ത്, 2 N ഷംസുദ്ദീൻ വിദ്യാഭ്യാസ വകുപ്പ്, 3 PK കുഞ്ഞാലിക്കുട്ടി IT വ്യവസായം വാണിജ്യം. നാലാമത്തത് T സിദ്ദിഖ്. നല്ല സിദ്ധിയുള്ള ആളാണ്. സിദ്ധി എന്ന് പറഞ്ഞാൽ നല്ല കൈപ്പുണ്യാണ്. എന്ത് നട്ടാലും നല്ല രീതിയിൽ ഫലം കിട്ടും എന്നൊന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ. അപ്പോൾ എന്ത് നടുന്നു ഫലം കിട്ടുന്നു, അല്ലെ? നടുന്നു ഫലം കിട്ടുന്നു, നല്ല സിദ്ധിയാണ്, എന്ത് നട്ടാലും ഫലം കിട്ടും എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ഒരു കൃഷിയായിട്ടൊരു കണക്ഷൻ വരുന്നില്ലേ? അപ്പോൾ സിദ്ധി, കൃഷി. അപ്പോൾ T സിദ്ദിഖ് കൃഷി വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പം 4 പേരെ കിട്ടിയല്ലോ. PK ബഷീർ പൊതുമരാമത്ത്, N ഷംസുദ്ദീൻ വിദ്യാഭ്യാസ വകുപ്പ്, PK കുഞ്ഞാലിക്കുട്ടി IT വ്യവസായം വാണിജ്യം, T സിദ്ദിഖ് കൃഷി. അടുത്ത 3 പേര് ജോൺ എന്ന് പേരുള്ളവരാണ് കേട്ടോ. 3 പേര്, 3 ജോൺ എന്ന് പേരുള്ള 3 മന്ത്രിമാരെ നമ്മളിനി ഒരുമിച്ച് പഠിക്കാൻ പോണേ. CP ജോൺ അദ്ദേഹത്തിൻ്റെ വകുപ്പ് ഗതാഗതമാണ്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ജോൺ ഗതാഗതമാണ്. നല്ല ജോയ് ആയിട്ട് വണ്ടിയൊക്കെ ഓടിച്ച് പോകുന്ന ഒരു CP ജോൺ ഗതാഗതം. അടുത്തത് ഷിബു ബേബി ജോൺ. അപ്പോൾ ഒരു ജോൺ നമ്മൾ ഗതാഗതം പറഞ്ഞു. ഗതാഗതം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ റോഡിലൂടെയുള്ള ട്രാവലിംഗ് ആണ് ഓർമ്മ വരിക. അപ്പോൾ അടുത്ത ഷിബു ബേബി ജോൺ വരുമ്പോൾ നേരെ കാട് എന്ന് ഓർക്കുക. റോഡ്, കാട് അതായത് വനസംരക്ഷണം, നൈപുണ്യ വികസനം. ഈ 2 വകുപ്പാണ് ഷിബു ബേബി ജോണിൻ്റെ. വനസംരക്ഷണം, നൈപുണ്യ വികസനം. മൂന്നാമത്തത് റോജി എം ജോൺ. ജായിന്ന് റിപ്പീറ്റ് ചെയ്യണില്ലേ? റോജി എം ജോൺ ഹയർ എഡ്യൂക്കേഷൻ്റെ ജായും റോജി എം ജോൺ. അപ്പോൾ ഈ ജായിന്ന് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കണക്ട് ചെയ്യുക. റോജി എം ജോൺ ഹയർ എഡ്യൂക്കേഷൻ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് റോജി എം ജോൺ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച 7 പേര്: PK ബഷീർ പൊതുമരാമത്ത്, PK കുഞ്ഞാലിക്കുട്ടി IT വ്യവസായം വാണിജ്യം, N ഷംസുദ്ദീൻ വിദ്യാഭ്യാസ വകുപ്പ്, T സിദ്ദിഖ് കൃഷി, CP ജോൺ ഗതാഗതം, ഷിബു ബേബി ജോൺ വനസംരക്ഷണം, നൈപുണ്യ വികസനം, റോജി എം ജോൺ ഹയർ എഡ്യൂക്കേഷൻ, ഉന്നത വിദ്യാഭ്യാസം. ഓക്കെ. 7 പേരെ കിട്ടിയില്ലേ? അപ്പോൾ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നമ്മുടെ ജലവിഭവം അല്ലേ, ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? ആൻസർ കമൻറ്റ് ചെയ്യുമല്ലോ.